ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു അഭിപ്രായം, നമ്മുടേതായ അഭിപ്രായം പറയാനായിട്ടാണ്. കാരണം എന്താ വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ പറയണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതായത് എനിക്കങ്ങനെ ദേഷ്യം വന്നിട്ട് TV ഒക്കെ എറിഞ്ഞ് പൊട്ടിച്ചാലോ എന്ന് വരെ തോന്നിപ്പോയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതെ, വേറെ ഒന്നുമല്ല, ബിഗ് ബോസ്. അത് തന്നെയാണ് നമ്മുടെ ചർച്ച. പേഴ്സണലി ഞാൻ ഇതിൽ ആരുടെയും ഫാനല്ല, ഈ ഷോയുടെ ഫാനും അല്ല. ഞാൻ ഷോയില് ഫാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് കുറച്ച് ഇഷ്ടമായി തുടങ്ങിയത് സിബിൻ്റെ എന്താ പറയുക ഗെയിമാണ് എനിക്ക് ഇഷ്ടമായി തുടങ്ങിയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും നിലവാരവും ബുദ്ധി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് സിബിനെ മാത്രമേ ഉള്ളൂ ആ ഒരു ഷോയിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈവും ഓൾമോസ്റ്റ് ഒന്ന് കാണാറുണ്ട്, പിന്നെ എപ്പിസോഡ്സും കാണാറുണ്ട് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നത്തെ എപ്പിസോഡിൽ ശ്രീ മോഹൻലാൽ വന്ന് പറഞ്ഞ പല കാര്യങ്ങളും നമ്മള് കാണികളുടെ അഭിപ്രായമാണ് എന്ന രീതിയിലാണ് വന്ന് പറഞ്ഞത്. ഒരിക്കലും അത് എന്റെ അഭിപ്രായേ. ഞാന് ഇവള് പിന്നെ എന്റെ ഫാമിലി അച്ഛനമ്മ ഞങ്ങളൊക്കെ ഇരുന്ന് കാണുന്ന ഷോ ആണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ കൂടുതലും കണ്ണേട്ടൻ ഭയങ്കരമായിട്ട് കാണുന്ന ആളാണ് കേട്ടോ. അപ്പൊ എനിക്കത് കണ്ടിട്ട് മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഷോ ഇപ്പൊ അവര് കൊണ്ടുപോകുന്നത് ലാസ്റ്റ് ജാസ്മിൻ ആ കപ്പ് കൊണ്ടുപോകുന്ന രീതിയിലാണ് കൊണ്ടുപോകുന്നത്. കാരണം എന്താ വെച്ചാൽ എല്ലാ ഷോയിലും എല്ലാ സീസണിലും ഉണ്ടാവുന്ന കാര്യമാണ് നല്ല രീതിയിൽ കളിക്കുന്ന ആളുകളെ എപ്പോഴും ഒതുക്കി തീർക്കുക. അതിലെന്തോ കഴിഞ്ഞ സീസണിൽ മാത്രം കറക്റ്റ് ഡിസർവ് ചെയ്ത ആൾക്ക് കിട്ടി, അഖിൽ മാരാർക്ക് കിട്ടി. കാരണം ഞാൻ അഖിൽ മാരാറിന്റെ ആ ഒരു ഗെയിമിംഗ് രീതി എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഇന്നലത്തെ എപ്പിസോഡിൽ മോഹൻലാൽ വന്ന് പറഞ്ഞ കാര്യത്തിൽ എന്താ സിബിനെ പറഞ്ഞു ചെയ്തത് എന്താ ക്വാളിറ്റി ഉള്ള ആളാണോ. അപ്പോൾ എനിക്കിതിൽ ചോദിക്കാനുള്ള കാര്യം, അവിടെ ഈ ജാസ്മിൻ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും കാട്ടിക്കൂട്ടുന്ന അവരുടെ പേഴ്സണൽ ലൈഫിലൊന്നും നമുക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പക്ഷെ വേറൊരാളുടെ പേഴ്സണൽ ലൈഫില് അവര് വെച്ച് കാണിക്കുന്നത് വെച്ച് നോക്കുമ്പോ ഇപ്പൊ ചെയ്തിട്ടുള്ള, അതായത് ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ തരത്തിലുള്ള ഒന്നും അവിടെ നടന്നിട്ടില്ല ഈ ആഴ്ചയില് നമ്മൾ കണ്ടതിൽ വെച്ചിട്ട്. ഗെയിമിന്റെ സ്പിരിറ്റിൽ എടുക്കേണ്ട ആവശ്യമുള്ള ഒരാളെ ഫ്രസ്ട്രേഷൻ വരുമ്പോ കാണിക്കുന്ന ആക്ഷൻസ് കാര്യങ്ങൾ വായ തുറന്ന പച്ചത്തറി മാത്രമാണ് അതിൽ ജാസ്മിനും ഗബ്രിയും പറയുന്നുള്ളൂ. ബിഗ് ബോസിന്റെ ലൈവ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, അഡൽട്ട് ഓൺലി കണ്ടന്റ്സ് മാത്രമാണ് അവർ സംസാരിക്കുന്നുള്ളത് അവിടെ. അതിൽ ഞാൻ കൂടുതൽ കണ്ടിട്ടുണ്ട്. ജാസ്മിൻ പറഞ്ഞിട്ട് നിന്റെ അത് കണ്ടു ഇത് കണ്ടു, അവരങ്ങോട്ടും ഇങ്ങോട്ടും പല വൃത്തികേടായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ അതും പ്രേക്ഷകർ കാണുന്ന ഷോ തന്നെയാണ്, അതൊന്നും വിഷയമല്ല. എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ച കാണിച്ചിട്ടുണ്ടായിരുന്ന ഓവർ ഷോ കാണിച്ചിട്ടുണ്ടായിരുന്നത്? അവരുണ്ടാക്കിയ പ്രോബ്ലം അവരായിട്ട് ഉണ്ടാക്കി തീർത്തതാണ്. എന്നിട്ട് അവർക്ക് മെന്റൽ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരും മിണ്ടാതിരിക്കുന്നു എന്ന് പറയുന്നത് വെറും വിഡ്ഢിത്തരായിട്ടുള്ള കാര്യമാണ്. പിന്നെ മോഹൻലാല് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാശ് കൊടുക്കുന്നു, ഏഷ്യാനെറ്റ് കാശ് കൊടുക്കുന്നു. അതിന്റെ ഇടയ്ക്കൂടെ കുറെ തള്ളുകൾ പറയുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആഴ്ച 2 ദിവസം എനിക്ക് വരേണ്ട ആവശ്യം എന്താ ഇവിടെ, ഞാൻ നിങ്ങളെ കാണാൻ വരികയല്ലേ. വെറുതെ വരില്ലല്ലോ, ഓരോ എപ്പിസോഡ്സിനും ഇത്ര ലക്ഷങ്ങളും വെച്ച് വാങ്ങിക്കുന്ന ആൾക്ക് അങ്ങനെ പറഞ്ഞേ പറ്റൂ. അത് നിവൃത്തിയില്ല പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ആ ബിഗ് ബോസ് ഷോയിൽ 3 ആളുകളുണ്ട്, ജാസ്മിൻ, ഗബ്രി, പിന്നെ റസ്മിൻ. അയ്യോ, റസ്മിനെ കണ്ടു കഴിഞ്ഞാൽ നടുക്കഷ്ണം. പിന്നെ ഇങ്ങനെ റസ്മിൻ നിൽക്കുന്നത് തന്നെ, വലത്തെ കയ്യിൽ ഒരാളും ഇടത്തെ കയ്യിൽ ഒരാളും, ആ രീതിയിലാണ് റസ്മിൻ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഇത് ഏഷ്യാനെറ്റിന്റെ ഒരു അജണ്ടയാണ് തോന്നുന്നു. അതായത് സിബിനോട് പറയാനുള്ളത് മോഹൻലാലിന്റെയും ഏഷ്യാനെറ്റ്. മോഹൻലാലിന് ഞാൻ പറഞ്ഞില്ല, കാരണം മോഹൻലാൽ ഇതിലൊരു പാവ പോലെയാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ ഏഷ്യാനെറ്റിന്റെ ഒരു പെർസ്പെക്റ്റീവ് ആണ് അവർ പറയണത്. എന്ത് ഇത് പറയണം, ഇന്നത് പറയണം. ശരിക്കും അതെ. പക്ഷെ ഞാൻ പേഴ്സണലി മോഹൻലാൽ പറഞ്ഞതിൽ വിയോജിപ്പ് വരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി നോക്കുമ്പോഴും അല്ലെങ്കിൽ അൺഒഫീഷ്യൽ ആയിട്ടുള്ള പേജസിൽ കയറി നോക്കുമ്പോഴും ഇതിലൊന്നിലും ഈ പറയുന്ന മലയാളികൾ ആരും സിബിനെതിരെ സംസാരിക്കണം ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യം. പക്ഷെ ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് സിബിനെതിരെ തിരിയണമെന്നുള്ളത്. അപ്പോൾ ഈ വിഷയം ഞങ്ങൾ സംസാരിക്കണം. ഒരുപാട് കാര്യങ്ങൾ വേറുണ്ട്, പക്ഷെ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞ വ്യക്തി ഒരു പബ്ലിക് ആയിട്ടുള്ള സ്റ്റേജ് ഷോയിൽ വന്നിരുന്നിട്ട് കാണിക്കുന്ന ആക്ഷൻസ് എല്ലാവരും യൂട്യൂബിലൊക്കെ ഇപ്പോഴും അത് ഭയങ്കര വൈറലാണ്. ഞാൻ മോഹൻലാൽ വിരോധി, എനിക്ക് മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ എന്താ വെച്ചാൽ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന പ്രവർത്തികളും വ്യത്യാസം വരുമ്പോൾ പിന്നെ ഇങ്ങനത്തെ ഷോസ് ഒന്നും ചെയ്യാതിരിക്കാതെ ആളുടെ വ്യക്തിപരമായ കാര്യം. മോഹൻലാല് പറയുന്ന കാര്യം, ചില കാര്യങ്ങളില് സിബിന് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോഴേക്കും പണിഷ്മെന്റ് കൊടുത്തു. എന്തുകൊണ്ട് ജയിലിലേക്ക് ഈ ഗബ്രി പോയി, അത് വിഷയമല്ല, അത് താക്കീത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ആളുകളെ പറ്റിക്കാനുള്ള ഓരോ ആക്ഷൻസുകളാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മോഹൻലാൽ അതിൽ പറയുന്നുണ്ട്, നെഗറ്റിവിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ അത് അഗെയിൻസ്റ്റ് ചെയ്യുമ്പോൾ നയതന്ത്രപരമായിട്ട് ചെയ്യണം.
ഓക്കെ. അപ്പൊ അത് പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ ലൈഫിൽ നിന്ന് നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളെ എപ്പോഴും ഒഴിവാക്കണം. ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് ടോക്സിക് ആയിട്ടുള്ള കാര്യം ഇവൾക്ക് നന്നായിട്ട് അറിയാം, അത് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. നിങ്ങൾ എപ്പോഴും നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞ ആളുകൾ എപ്പോഴും ലൈഫിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക, കാരണം നമുക്ക് അവരൊരു ഗുണം ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഈ എപ്പിസോഡ്സ് കണ്ടിട്ട് എനിക്ക് ഇതൊരിക്കലും ഫെയർ ആയിട്ട് തോന്നുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർക്കും അതേ അഭിപ്രായം തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജാസ്മിനും ഗബ്രിയും അവിടെ കാണിക്കുന്ന ഇഷ്യൂ ഒക്കെ അത് അവരുടെ പേഴ്സണൽ ഇതാണ്, റീസൺ ഇഷ്യൂസ് ആണ്. അല്ല, എനിക്കറിയാത്തത് അവരുണ്ടാക്കിയിട്ടുള്ള പ്രോബ്ലം ആണ്. എന്നിട്ട് അവർക്ക് മെന്റലി വീക്കാണെന്ന് പറഞ്ഞിട്ട് കൺസെഷൻ കൊടുക്കുന്നതിൽ അതാണ് എനിക്കറിയാത്ത. അവര് തമ്മിൽ അവിടെ ഡ്രാമാസ് കാണിക്കുക, എന്നിട്ട് അവര് മെന്റലി ഡൗൺ ആവുക. അപ്പൊ ബാക്കിയുള്ളവർ അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് കളിക്കണം. ശരിക്കും അതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ മോഹൻലാലിന് പറഞ്ഞു വരുന്നത് അതാണ്. അതെ, അതായത് നമ്മൾ അതിന്റെ ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോ ഇത് തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ വേറൊരാൾക്കാണ് ഇപ്പൊ ഈ ജിൻഡോ അല്ലെ, ജിൻഡോനെ എന്തൊക്കെ പറയുന്നുണ്ട്. അതായത് അവര് അത്ര രീതിയിൽ ആളെന്നെ തളർത്തുന്നുണ്ട്, ശരിക്കും മെന്റലി തളർത്തുന്നുണ്ട്. എന്നിട്ട് ആള് പിടിച്ചു നിന്ന് ഗെയിം കളിക്കുന്നു. ആൾക്ക് ഒരു ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിലും ഈ പറഞ്ഞ പോലെ എനിക്ക് അതില് അയാൾ അനാവശ്യമായിട്ട് കാണിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മറ്റുള്ളവർ ചിരിച്ച മുഖം കൊണ്ട് കാണിക്കുന്ന അയാൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞത്. കാരണം ഞാൻ എല്ലാ എപ്പിസോഡും കാണുന്നതുകൊണ്ട് പറയുന്നതാണ്. ഇന്നലത്തെ അതിൽ എനിക്ക് ആ പൂജ സംസാരിച്ചത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പൂജ അതിന് മുമ്പത്തെ ഋഷി സംസാരിച്ചത് അതും നന്നായിരുന്നില്ല എപ്പിസോഡില്. അതും നന്നായിരുന്നു, പക്ഷെ കൂടുതൽ അവൾ പറഞ്ഞ കറക്റ്റ് കാര്യമായിരുന്നു. ചെയ്തത് ശരിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരിക്കലും തളരരുത് എന്ന് അവള് പറഞ്ഞത് കറക്റ്റ്. അതിപ്പോ ആ കാര്യത്തിൽ മാത്രല്ല, സിബിന്റെ കാര്യത്തിൽ മാത്രല്ല, നമ്മുടെ എന്ത് കാര്യത്തിലായാലും അങ്ങനെ തന്നെ നമ്മൾ ചെയ്തത് ശരിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിൽക്കുക. അതെ. അപ്പൊ എനിക്ക് ഇതിൽ ഓൾമോസ്റ്റ് ഇത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് ഓൾറെഡി ഏഷ്യാനെറ്റിന് ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്തോ ഭാഗ്യത്തിന് ഇന്നലെ റസ്മിനൊന്ന് ഒരു വാണിംഗെങ്കിൽ പോലും കൊടുത്തു. പക്ഷെ അവർക്കൊന്നും ഒരു ശിക്ഷയില്ല. അതാ ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ എന്താ ഒരാൾക്ക് മാത്രം പവർ ടീം ഒഴിവാക്കി, അതുപോലെ നോമിനേഷനിലെ എവിക്ഷനിലെ ഡയറക്റ്റ് കൊണ്ടിട്ടു. ഓക്കെ ഫൈൻ, അത് അവരുടെ ഇഷ്ടം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാണുന്ന കാണികൾ പൊട്ടന്മാരാണ് എപ്പോഴും. അതെനിക്ക് മനസ്സിലായി. കാരണം ലാസ്റ്റ് അതന്നെ കാണികളുടെ, പക്ഷെ ഞാൻ അഭിപ്രായം എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ അത് മാത്രം ലാസ്റ്റ് വീക്കില് എവിക്ഷൻ വന്നിട്ട് ഈ വീക്ക് ആരെയും എവിക്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് പിന്നെ എന്തിനാ ഈ ആളുകൾ ഇത് ചെയ്യുന്നു, പോൾ ചെയ്യുന്നു, എന്തിനാ ആളുകൾ വോട്ട് ചെയ്യുന്നു, എന്തിനാ? അപ്പൊ എന്തായിക്കോട്ടെ. പക്ഷെ ഞങ്ങൾ ഈ വീഡിയോ ഇപ്പോ ഔട്ട് ഓഫ് സഡൻ ചെയ്യാൻ കാരണം ഇത് കണ്ടിട്ട് ഒരു 10 പേരെങ്കിലും കാണുമല്ലോ, അത് കണ്ടിട്ട് മാത്രം ചെയ്യുന്നതാണ് ഈ വീഡിയോ. കാരണം ഞങ്ങളുടെ അഭിപ്രായം പേഴ്സണലി അങ്ങനെയല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊട്ടന്മാരല്ലാത്തത് കാരണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിൽ വേണമെങ്കിലും അവിടുത്തെ ആളുകൾ കളിക്കാം. പക്ഷെ കണ്ടിട്ട് അവസാനം വിലയിരുത്തുന്ന ജനങ്ങളാന്ന് പറഞ്ഞത് കൊണ്ട് ആ ജനങ്ങളുടെ ഒരാളാണ് ഞാനും ഇവളും എന്റെ വീട്ടിലുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ള കാര്യമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് അതിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട് ജനങ്ങളുടെ തീരുമാനമാണെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആ ജനത്തിൽ ഞങ്ങളില്ല. അപ്പോ എന്തായാലും ഞങ്ങള് ഇപ്പൊ അമ്പലത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പൊ പെട്ടെന്ന് ഒരു കാമൻ ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലം കണ്ടപ്പോ വീഡിയോ എടുക്കാൻ ചിന്തിച്ചായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇതേപോലെയാണോ എന്ന് ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇടൂ. പിന്നെ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം തെറ്റായിട്ടൊന്നും പറഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ മോഹൻലാൽ അതുപോലെ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു യൂട്യൂബില്, മോഹൻലാലിനൊട്ടും എന്താ റെസ്പെക്ട് കൊടുക്കുന്നില്ല. മോഹൻലാലിനൊട്ടും റെസ്പെക്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. കാരണം ആ പുള്ളി ആങ്കറാണ്. അതിന്റെ ആ വീട്ടിൽ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളും അവിടുത്തെ കണ്ടസ്റ്റൻസ് ആണ്. പക്ഷെ റെസ്പെക്ട് കൊടുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു സിനിമാ നടനാണ് എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു മാനദണ്ഡം അതിന് മുമ്പിലുള്ള. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല വലിയ റെസ്പെക്ട് കാര്യം. കാരണം അങ്ങനെയാണെങ്കിൽ തിരിച്ച് സംസാരിക്കുന്ന രീതിയും അങ്ങനെ ആയിരിക്കണം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായവും ഇതിൽ മെൻഷൻ ചെയ്യൂ. ഞങ്ങൾ എന്തായാലും അമ്പലത്തിൽ പോട്ടെ. നല്ല ഇങ്ങനത്തെ ടോപ്പിക്സ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ചർച്ച ചെയ്യാം. ഓക്കെ, ബൈ.